ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഭാഗമായി വേൾഡ് ഹിസ്റ്ററി എന്നൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്നെടുക്കുന്ന ടോപ്പിക്ക്. വേൾഡ് ഹിസ്റ്ററിക്കകത്തുള്ള നമ്മളുടെ ഫ്രഞ്ച് വിപ്ലവം എന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ഫ്രഞ്ച് വിപ്ലവം പഠിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത വിപ്ലവങ്ങൾ നോക്കാം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എങ്ങനെയാണ് നോക്കാം, ശ്രദ്ധിച്ചോളൂ. അപ്പം ശ്രദ്ധിച്ചെടുത്തോളൂ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. ഒന്നിന് ശേഷം ഫാൻസി ഡിജിറ്റ്സ് ആണ് ഓർമ്മിക്കുന്നത്. 7, 8, 9. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കത്തിന് കാരണം ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ചയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കത്തിന് കാരണം ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ചയാണ്. ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ച 1789 ജൂലൈ 14 ജൂലൈ 14 ഫ്രാൻസിൽ എന്തായിട്ട് ആഘോഷിക്കുകയാണ്. ഫ്രാൻസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ എന്നറിയപ്പെടുന്നത് ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യ ദിനം എന്നറിയപ്പെടുന്നത് ജൂലൈ 14. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം 1789. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കത്തിന് കാരണം ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ച. 1789 ജൂലൈ 14 ഫ്രാൻസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇനി ഫ്രഞ്ച് ചരിത്രത്തിലെ ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ചയോട് ഉപമിക്കാവുന്ന ഇന്ത്യൻ പ്രക്ഷോഭം ഏതാണ്? അത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണ്. അപ്പോൾ ഫ്രഞ്ച് ചരിത്രത്തിലെ ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ചയോട് ഉപമിക്കാവുന്ന ഇന്ത്യൻ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9 ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യം എല്ലാവർക്കും അറിയായിരിക്കും, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം 1789. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കത്തിന് കാരണം ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ച. 1789 ജൂലൈ 14 ഫ്രാൻസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് ചരിത്രത്തിലെ ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ചയോട് ഉപമിക്കാവുന്ന ഇന്ത്യൻ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം 42 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യം ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുകയാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ അധികാരത്തിരുന്ന രാജവംശം ഏതാണ്? പരീക്ഷ ചോദിക്കുകയാണ്. ബുർബോൺ രാജവംശം ഏത് രാജ്യത്തിലാണ് അധികാരത്തിരുന്നത്? അത് ഫ്രാൻസിലാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ അധികാരത്തിരുന്ന രാജവംശത്തിന് ബുർബോൺ രാജവംശം. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ ഭരണാധികാരി, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ച് തെറ്റിക്കുന്നൊരു ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 16 ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 16. എനിക്ക് ശേഷം പ്രളയം, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുകയാണ്. എനിക്ക് ശേഷം പ്രളയം ആരുടെ വാക്കിലാണ്? അത് ലൂയി 15 ഞാനാണ് രാഷ്ട്രം, ഞാനാണ് നിയമം, ആരുടെ വാക്കിലാണ്? ലൂയി 14 വാക്കിലാണ്. അപ്പോൾ പഠിക്കുമ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തെറ്റില്ലാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 16. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15. ഞാനാണ് രാഷ്ട്രം, ഞാനാണ് നിയമം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ലൂയി 14. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം 1789. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കത്തിന് കാരണം ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ച. 1789 ജൂലൈ 14 ഫ്രാൻസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ. ഫ്രഞ്ച് ചരിത്രത്തിലെ ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ചയോട് ഉപമിക്കാവുന്ന ഇന്ത്യൻ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യം ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിൽ അധികാരത്തിലിരുന്ന രാജവംശം ഏതാണ്? ബുർബോൺ രാജവംശം. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 16. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15. ഞാനാണ് രാഷ്ട്രം, ഞാനാണ് നിയമം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ലൂയി 14. ഇനി വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? അത് ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ, ഇന്ത്യൻ വിപ്ലവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ടത് മാഡം ഭിക്കാജി ഗാമയാണ്. അപ്പോൾ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ട മാഡം ഭിക്കാജി ഗാമ. ഇന്ത്യൻ ഫാദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലകൻ. വിപ്ലവങ്ങളുടെ മദർ അല്ലെങ്കിൽ മദർ ഓഫ് റവല്യൂഷൻ എന്നറിയപ്പെട്ടതാണ് അത് ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവങ്ങളുടെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവം. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലകൻ. മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ടത് ആരാണ്? മാഡം ഭിക്കാജി ഗാമയാണ്. ഇനി
ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ആ സോഷ്യൽ കോൺട്രൈറ്റ് എന്ന് പറയും. ഓർമ്മിച്ചോണം, സോഷ്യൽ കോൺട്രൈറ്റ് ആണ്. സോഷ്യൽ കോൺട്രൈറ്റ് എഴുതിയതാരാണ്? ആ റൂസോയാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് റവല്യൂഷൻ, ഇന്ത്യൻ വിപ്ലവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ, മാതാവ് എന്നറിയപ്പെട്ടത് മേഡം ഭിക്കാജി ഗാമ. അടുത്ത ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? സോഷ്യൽ കോൺട്രൈറ്റ് എഴുതിയതാരാണ്? ആ റൂസോയാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം 1789. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കത്തിന് കാരണം ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ച. ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ച 1789 ജൂലൈ 14. ജൂലൈ 14 ഫ്രാൻസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ. ഫ്രഞ്ച് ചരിത്രത്തിലെ ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ചയോട് ഉപമിക്കാവുന്ന ഇന്ത്യൻ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യം ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ അധികാരത്തിരുന്ന രാജവംശം ഏതാണ്? ബുർബോൺ രാജവംശം. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 16. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15. ഞാനാണ് രാഷ്ട്രം, ഞാനാണ് നിയമം എന്ന് അഭിപ്രായപ്പെട്ടതാണ് ലൂയി 14. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവം. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ടതാരാണ്? മേഡം ഭിക്കാജി ഗാമ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? അത് സോഷ്യൽ കോൺട്രൈറ്റ് ആണ്. എഴുതിയതാരാണ്? റൂസോയാണ്. ഇനി അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? സോഷ്യൽ കോൺട്രൈറ്റ് എഴുതിയതാരാണ്? റൂസോയാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നമ്മൾ പറഞ്ഞു ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 16. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പരീക്ഷിച്ച് ചോദിക്കും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. പരീക്ഷിച്ച് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും. വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ തത്വചിന്തകന്മാർ എന്നറിയപ്പെട്ടത് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യോ ആണ്. അപ്പോൾ റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യോ എന്നറിയപ്പെട്ടത് ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ തത്വചിന്തകന്മാർ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫിലോസഫേഴ്സ് എന്നറിയപ്പെട്ടത് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെട്ടതാരാണ്? ശിശു എന്നറിയപ്പെട്ടതാരാണ്? നെപ്പോളിയൻ ആണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രൊഫറ്റ് അല്ലെങ്കിൽ പ്രവാചകൻ എന്നറിയപ്പെട്ടതാരാണ്? പ്രൊഫറ്റ് അല്ലെങ്കിൽ പ്രവാചകൻ എന്നറിയപ്പെട്ടതാരാണ്? അപ്പോൾ നമ്മൾ പ്രൊഫറ്റ് അല്ലെങ്കിൽ പ്രവാചകൻ എന്നറിയപ്പെട്ടതാരാണ്? റൂസോയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെട്ട ഗ്രന്ഥം സോഷ്യൽ കോൺട്രൈറ്റ് എഴുതിയ റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് വോൾട്ടയർ. ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ തത്വചിന്തകന്മാർ എന്നറിയപ്പെട്ടത് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെട്ടതാരാണ്? നെപ്പോളിയൻ. പ്രൊഫറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? റൂസോയാണ്. ഇനി റൂസോയുടെ ആത്മകഥ ഏതാണ്? കൺഫെഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കൺഫെഷൻസ് അല്ലെങ്കിൽ കുംഭസാരങ്ങൾ ആരുടെ ആത്മകഥയാണ്? റൂസോയുടെ ആത്മകഥയാണ്. അപ്പോൾ കുംഭസാരങ്ങൾ ആരുടെ ആത്മകഥയാണ്? റൂസോ. ഇനി നിയമങ്ങളുടെ അന്തസത്തയെന്ന് ബുക്സ് രചിച്ച ആരാണ്? നിയമങ്ങളുടെ അന്തസത്തയെന്ന് ബുക്സ് രചിച്ചത് മോണ്ടസ്ക്യൂ ആണ്. അപ്പോൾ നിയമങ്ങളുടെ അന്തസത്തയെന്ന് ബുക്സ് രചിച്ചത് മോണ്ടസ്ക്യൂ. ഇനി അപ്പോൾ നമ്മളിപ്പം പറയും 2 ബുക്സ് നമ്മൾ പറയും. സോഷ്യൽ കോൺട്രൈറ്റ് എഴുതിയ റൂസോ. കൺഫെഷൻസ് അല്ലെങ്കിൽ കുംഭസാരങ്ങൾ ആരുടെ ആത്മകഥയാണ്? റൂസോ. ഇനി അടുത്ത് നമ്മളുടെ എമിലി എന്ന ബുക്സ് രചിച്ചാറാണ്. എമിലി എന്ന ബുക്സ് രചിച്ചത് റൂസോ. ഡയലോഗ്സ് DIALOGUE ഡയലോഗ്സ് എന്ന ബുക്സ് രചിച്ചതും റൂസോ. കാൻഡിഡ എന്ന ബുക്സ് ഓർമ്മിക്കുന്നത് കാൻഡിഡ എന്ന ബുക്സ് രചിച്ചത് വോൾട്ടയറും. കാൻഡിഡ് എന്ന ബുക്സ് രചിച്ചത് ജോർജ് ബെർണാഡ് ഷായുമാണ്. ഒരിക്കൽ കൂടി, ഫ്രഞ്ച് വിപ്ലവം 1789. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കത്തിന് കാരണം ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ച. 1789 ജൂലൈ 14. ജൂലൈ 14 ഫ്രാൻസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് ചരിത്രത്തിലെ ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ചയോട് ഉപമിക്കാവുന്ന ഇന്ത്യൻ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം 42 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യം ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ അധികാരത്തിരുന്ന രാജവംശം ഏതാണ്? ബുർബോൺ രാജവംശം. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 16. എനിക്ക് ശേഷം പ്രളയം എന്ന് തുടങ്ങിയാറാണ് ലൂയി 15. ഞാനാണ് രാഷ്ട്രം, ഞാനാണ് നിയമം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ലൂയി 16. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ടത് ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവം. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലകൻ. മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ, ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ടതാരാണ്? മേഡം ഭിക്കാജി ഗാമ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെട്ട ഗ്രന്ഥം ഏതാണ്? സോഷ്യൽ കോൺട്രൈറ്റ് എഴുതിയത് റൂസോ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടതാരാണ്? വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ തത്വചിന്തകന്മാർ എന്നറിയപ്പെട്ടത് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെട്ടതാരാണ്? നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രൊഫറ്റ് അല്ലെങ്കിൽ പ്രവാചകൻ എന്നറിയപ്പെട്ടതാരാണ്? റൂസോ.
ഇനി കൺഫെഷൻസ് അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന കുംഭസാരങ്ങൾ ആരുടെ ആത്മകഥയാണ്? റൂസോ. കഴിഞ്ഞ 2017 LDCയുടെ ചോദ്യമാണ്. ഇനി നിയമങ്ങളുടെ അന്തസ്സത്തെ എന്ന ബുക്സ് രചിച്ചാറാണ്? മോണ്ടസ്ക്യൂ. എമിലി ഓർമ്മിക്കുന്ന എമിലി ഡയലോഗ്സ് ഓർമ്മിക്കുന്ന എമിലി ഡയലോഗ്സ് കൺഫെഷൻസ് എന്നീ ബുക്സ് രചിച്ചത് റൂസോ. ഇനി നമ്മുടെ കാൻഡിഡ് എന്ന ബുക്സ് രചിച്ചത് ജോർജ് ബെർണാഡ് ഷായും. കാൻഡിഡ എന്ന ബുക്സ് രചിച്ചാറാണ്? വോൾട്ടയറുമാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം 1789. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് അസംബ്ലി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് അസംബ്ലി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഇത് നടന്നത് 1789 ജൂൺ 29-നാണ്. അപ്പോൾ ടെന്നീസ് കോർട്ട് അസംബ്ലി അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. നടന്നത് 1789 ജൂൺ 29-നാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം 1789. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യ പിന്തുണ നൽകിയ പരീക്ഷയ്ക്ക് ഓർമ്മിക്കണം പരസ്യ പിന്തുണ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? അത് ടിപ്പു സുൽത്താനാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യ പിന്തുണ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ജനിച്ചത് 1750. ടിപ്പു സുൽത്താൻ അന്തരിച്ചത് 1798. എത്ര വയസ്സോടെ ജീവിച്ചിരുന്നു? 49 വയസ്സ്. ഇനി ടിപ്പു സുൽത്താൻ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്നതാണ് 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? ടിപ്പു സുൽത്താൻ ആൻഡ് കോൺവാലീസ് പ്രഭു അല്ലെങ്കിൽ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരെന്ന് പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ കാണും. ടിപ്പു സുൽത്താൻ ആൻഡ് കോൺവാലീസ് പ്രഭു. മലബാറും ഓർമ്മിക്കണം മലബാറും ഡിണ്ടിഗലും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? അത് ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ്. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് അസംബ്ലി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 29. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യ പിന്തുണ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ജനിച്ചത് 1750 1799 അന്തരിക്കുന്നു. എത്ര വയസ്സിൽ ജീവിച്ചിരുന്നു? 49 വയസ്സ്. ടിപ്പു സുൽത്താൻ്റെ പ്രസിദ്ധമായിട്ടുള്ള PSC ചോദ്യമാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? ടിപ്പു സുൽത്താൻ ആൻഡ് കോൺവാലീസ് പ്രഭു. ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത് 1792. മലബാറും ഡിണ്ടിഗലും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണ ഉടമ്പടി. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് ഓർമ്മിക്കണം മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? അത് ശ്രീരംഗപട്ടണ ഉടമ്പടിയാണ് 1792. ഇനി ടിപ്പു സുൽത്താൻ അന്തരിച്ച് നമ്മൾ പറഞ്ഞു 1798. ഇനി പരീക്ഷ ചോദിക്കുന്നതാണ് ടിപ്പു സുൽത്താൻ. ഇനി 1805 നവംബർ മാസം 30 എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും അറിയായിരിക്കും പഴശ്ശി രാജാവ് അന്തരിച്ചു. ഇനി 1821 നമ്മളുടെ നെപ്പോളിയൻ. ഈ 3 പേരെയും പരാജയപ്പെടുത്തിയത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. 3 പേരെയും പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലിയാണ്. അപ്പോൾ ആർതർ വെല്ലസ്ലിയാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു കാര്യം ഓർമ്മിക്കണം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷിൻ്റെ ബാബർ എന്നറിയപ്പെട്ട റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെട്ടത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. റിച്ചാർഡ് വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് ലോർഡ് കഴ്സൺ പ്രഭുവാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെട്ട റോബർട്ട് ക്ലൈവ്, അക്ബർ എന്നറിയപ്പെട്ട റിച്ചാർഡ് വെല്ലസ്ലി, ഔറംഗസീബ് എന്നറിയപ്പെട്ടത് ലോർഡ് കഴ്സൺ പ്രഭുവാണ്. അപ്പോൾ ടെന്നീസ് കോർട്ട് അസംബ്ലി അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന? ഫ്രഞ്ച് വിപ്ലവം. 1789 ഓർമ്മിക്കണം 1789. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 29. ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യ പിന്തുണ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ്റെ ജീവിതകാലം 1750 1798, 49 വർഷം. ടിപ്പു സുൽത്താനും കോൺവാലിസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഉടമ്പടിയായിരുന്നു ശ്രീരംഗപട്ടണ ഉടമ്പടി. 1792. മലബാറും ഡിണ്ടിഗലും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം? ശ്രീരംഗപട്ടണ ഉടമ്പടി. മൂന്നാം മൈസൂർ അവസാനിപ്പിച്ചത് ഏത് ഉടമ്പടിയായിരുന്നു? ശ്രീരംഗപട്ടണ ഉടമ്പടി 1792. ടിപ്പു സുൽത്താൻ അന്തരിച്ചത് 1798. ഇനി പഴശ്ശി രാജാവ് അന്തരിച്ചത് 1805 നവംബർ 30. അടുത്ത നെപ്പോളിയൻ അന്തരിച്ചത് 1821. ഈ 3 പേരെയും പരാജയപ്പെടുത്തിയതാരാണ്? ആർതർ വെല്ലസ്ലിയാണ്. അപ്പോൾ ബ്രിട്ടീഷിൻ്റെ ബാബർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ്, അക്ബർ എന്നറിയപ്പെട്ടത് റിച്ചാർഡ് വെല്ലസ്ലി, ഔറംഗസീബ് എന്നറിയപ്പെട്ടതാരാണ്? ലോർഡ് കേഴ്സൺ പ്രഭുവാണ്. അപ്പോൾ മൂന്നാം മൈസൂർ അവസാനിപ്പിച്ചു. അപ്പോൾ 3ഉം 4ഉം മൈസൂർ ആരുടെ കാലത്തായിരുന്നു? നമ്മളുടെ ടിപ്പു സുൽത്താൻ്റെ കാലത്താണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യ പിന്തുണ നൽകിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഇനി യുദ്ധത്തിൽ ആദ്യമായിട്ട് റോക്കറ്റ് ഉപയോഗിച്ചത് ആരാണ്?
യുദ്ധത്തിൽ ആദ്യമായിട്ട് റോക്കറ്റ് ഉപയോഗിച്ച ആരാണ്? നമ്മളുടെ ടിപ്പു സുൽത്താനാണ്. അപ്പോൾ യുദ്ധത്തിൽ ആദ്യമായിട്ട് റോക്കറ്റ് ഉപയോഗിച്ച ആരാണ്? ടിപ്പു സുൽത്താൻ. യുദ്ധത്തിൽ ആദ്യമായിട്ട് പീരങ്കി ഉപയോഗിച്ചത് ആരാണ്? പീരങ്കി ഉപയോഗിച്ചത് ആരാണ്? അത് ബാബറാണ്. അപ്പോൾ യുദ്ധത്തിൽ ആദ്യമായിട്ട് റോക്കറ്റ് ഉപയോഗിച്ച ആരാണ്? ടിപ്പു സുൽത്താൻ. യുദ്ധത്തിൽ ആദ്യമായിട്ട് പീരങ്കി ഉപയോഗിച്ച ആരാണ്? ബാബർ. ഇവിടെ പീരങ്കി കൊണ്ട് അന്തരിച്ചത് ആരാണ്? അത് ഷെർഷാ സൂരിയാണ്. അപ്പോൾ പീരങ്കി എടുക്കാൻ അറിയില്ലാത്തവരുടെ എടുത്തു കഴിഞ്ഞുള്ള അവസ്ഥ ഇതാണ്. അപ്പോൾ യുദ്ധത്തിൽ ആദ്യമായിട്ട് റോക്കറ്റ് ഉപയോഗിച്ചത് ആരാണ്? ടിപ്പു സുൽത്താൻ. ഇനി യുദ്ധത്തിൽ ആദ്യമായിട്ട് പീരങ്കി ഉപയോഗിച്ചത് ആരാണ്? ബാബർ. അതുപോലെ പീരങ്കി ഉപയോഗിച്ചതും ചോദിക്കാറുണ്ട്. പീരങ്കി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? അത് ബാബർ. ഇനി ബാബർ ഒരു കയ്യിൽ പീരങ്കിയും മറുകയിൽ എന്തായിരുന്നു ഓർമ്മിക്കണം? ഒരു കയ്യിൽ പീരങ്കിയും മറുകയിൽ റോസ ചെടിയുമാണ്. അപ്പോൾ ഇന്ത്യയിൽ റോസ കൊണ്ടുവന്നത് ആരാണ്? അതും ബാബറാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം 1789. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കത്തിന് കാരണം ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ച. ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ച 1789 ജൂലൈ 14 ഫ്രാൻസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് ചരിത്രത്തിലെ ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ചയോടൊപ്പിക്കാവുന്ന ഇന്ത്യൻ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം 42 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യം ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിൽ അധികാരത്തിരുന്ന രാജവംശത്തിന് ബുർബോൺ രാജവംശം. ഇനി ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ ഭരണാധികാരിയായിരുന്നു ലൂയി 16 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞാൽ ലൂയി 15 ഞാനാണ് രാഷ്ട്രം, ഞാനാണ് നിയമം എന്ന് അഭിപ്രായപ്പെട്ടതാണ് ലൂയി 14 വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവം. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലകൻ. മാതാവ് എന്നറിയപ്പെട്ടത് മേഡം ഭിക്കാജി കാമ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെട്ട ഗ്രന്ഥം ഏതാണ്? സോഷ്യൽ കോൺട്രാക്റ്റ്, എഴുതിയത് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ തത്വചിന്തകന്മാർ എന്നറിയപ്പെട്ടത് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ശിശു എന്നറിയപ്പെട്ടതാണ് നെപ്പോളിയൻ. ഇനി പ്രൊഫക്റ്റ് എന്നറിയപ്പെട്ട അല്ലെങ്കിൽ പ്രവാചകൻ എന്നറിയപ്പെട്ടതാണ് റൂസോ. ഇനി നമ്മളുടെ റൂസോയുടെ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ആത്മകഥയാണ് കൺഫെഷൻസ് അല്ലെങ്കിൽ കുംഭസാരങ്ങൾ. ആരുടെ ആത്മകഥയാണ്? റൂസോ. നിയമങ്ങളുടെ അന്തസ്സത്തെ എന്ന ബുക്സ് രചിച്ചാറാണ് മോണ്ടസ്ക്യൂ. എമിലി ഡയലോഗ്സ് എന്ന ബുക്സ് രചിച്ചാറാണ് റൂസോ. കാൻഡിഡ എന്ന ബുക്സ് രചിച്ചത് വോൾട്ടയറും. കാൻഡിഡ എന്ന ബുക്സ് രചിച്ചത് ജോർജ് ബെർണാഡ് ഷാ. ടെന്നീസ് കോർട്ട് അസംബ്ലി അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം ഓർമ്മിക്കണം, അത് ടെന്നീസ് കോർട്ട് അസംബ്ലി 1789 ജൂൺ 29. ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യ പിന്തുണ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ്റെ ജീവിതകാലം 1750 1798. ഇനി ടിപ്പു സുൽത്താൻ എത്ര വയസ്സിൽ ജീവിച്ചിരുന്നു? 49 വയസ്സ്. ടിപ്പു സുൽത്താനും കോൺവാലിസ് തമ്മിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു ശ്രീരംഗപട്ടണ ഉടമ്പടി. ശ്രീരംഗപട്ടണ ഉടമ്പടി 1792. ആരൊക്കെ തമ്മിലായിരുന്നു? ടിപ്പു സുൽത്താൻ ആൻഡ് കോൺവാലിസ് പ്രഭു. മലബാറും ഡിണ്ടിഗലും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം? ശ്രീരംഗപട്ടണ ഉടമ്പടി. മൂന്നാം മൈസൂർ അവസാനിപ്പിച്ചത് ഏത് ഉടമ്പടിയാണ്? ശ്രീരംഗപട്ടണ ഉടമ്പടി 1792. ഇനി ടിപ്പു സുൽത്താൻ അന്തരിച്ചത് 1798. പഴശ്ശി രാജാവ് അന്തരിച്ചത് 1805 നവംബർ 30. നെപ്പോളിയൻ അന്തരിച്ച വർഷം 1821. ഈ മൂന്ന് പേരെയും പരാജയപ്പെടുത്തിയതാണ് ആർതർ വെല്ലസ്ലി. ബ്രിട്ടീഷിൻ്റെ ബാബർ എന്നറിയപ്പെട്ടതാണ് റോബർട്ട് ക്ലൈവ്. അക്ബർ എന്നറിയപ്പെട്ടതാണ് റിച്ചാർഡ് വെല്ലസ്ലി. ഔറംഗസീബ് എന്നറിയപ്പെട്ടതാണ് ലോർഡ് കേഴ്സൺ പ്രഭു. യുദ്ധത്തിൽ ആദ്യമായിട്ട് റോക്കറ്റ് ഉപയോഗിച്ചതാരാണ്? ടിപ്പു സുൽത്താൻ. യുദ്ധത്തിൽ ആദ്യമായിട്ട് പീരങ്കി അല്ലെങ്കിൽ ഇന്ത്യയിൽ പീരങ്കി കൊണ്ടുവന്നതും ഉപയോഗിച്ചതാരാണ്? ബാബർ. ഇനി പീരങ്കി കൊണ്ട് അന്തരിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഷെർഷാ സൂരി. ഇനി ഇന്ത്യയിൽ പീരങ്കിയും റോസാ ചെടിയും കൊണ്ടുവന്നത് ആരാണ്? ബാബറാണ്. ഓർമ്മിക്കണം, റോസാ ചെടിയും പീരങ്കി കൊണ്ടുവന്നതാണ് ബാബറാണ്. ഇനി ടിപ്പു സുൽത്താൻ്റെ കുട്ടിക്കാലത്തെ പേര് ഫതക് അലിയാണ്. ഓർമ്മിക്കണം, ഫതക് അലിയാണ്. ടിപ്പു സുൽത്താൻ്റെ കുട്ടിക്കാലത്തെ പേര് ഫതക് അലി. ടിപ്പു സുൽത്താൻ എഴുതിയ യുദ്ധഗ്രന്ഥത്തിൻ്റെ പേര് ഫത്തുൽ മുജാഹുദ്ദീൻ എന്ന് പറയും. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫത്തുൽ മുജാഹുദ്ദീൻ എന്ന ബുക്സ് രചിച്ചാറാണ് ടിപ്പു സുൽത്താൻ. അപ്പോൾ ടിപ്പു സുൽത്താൻ എഴുതിയ ആ യുദ്ധഗ്രന്ഥം ഏതാണ്? ഫത്തുൽ മുജാഹുദ്ദീൻ. ടിപ്പു സുൽത്താൻ്റെ കുട്ടിക്കാലത്ത് നാം ഏതാണ്? ഫതക് അലിയാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ശ്രീരംഗപട്ടണത്ത് ടിപ്പു സുൽത്താൻ നട്ടുവളർത്തിയ വൃക്ഷത്തിൻ്റെ പേര് സ്വാതന്ത്ര്യത്തിൻ്റെ മരം. ഓർമ്മിക്കണം, സ്വാതന്ത്ര്യത്തിൻ്റെ മരം. ടിപ്പു സുൽത്താൻ എവിടെയാണ് നട്ടുവളർത്തിയത്? അത് നമ്മളുടെ ശ്രീരംഗപട്ടണത്ത്. അത് എന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് നട്ടുവളർത്തിയ വൃക്ഷത്തിൻ്റെ പേര് സ്വാതന്ത്ര്യത്തിൻ്റെ മരമാണ്. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ കുട്ടിക്കാലത്തെ പേര് ഫതക് അലി. ടിപ്പു സുൽത്താൻ എഴുതിയ യുദ്ധഗ്രന്ഥത്തിൻ്റെ പേര് ഫത്തുൽ മുജാഹുദ്ദീൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ശ്രീരംഗപട്ടണത്ത് ടിപ്പു സുൽത്താൻ നട്ടുവളർത്തിയ വൃക്ഷത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം. ആരാണ് നട്ടുവളർത്തിയത്? ടിപ്പു സുൽത്താൻ. ഇനി അപ്പോൾ നമ്മളുടെ ടിപ്പു സുൽത്താൻ്റെ കാര്യം നമുക്ക് ഒരു ഐഡിയ കിട്ടി കാണും. 1750 1799. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നതാണ് നെപ്പോളിയനാണ്. അപ്പോൾ ഇനി നമുക്ക് നെപ്പോളിയൻ്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ നെപ്പോളിയൻ ജനിച്ചത് 1769 കോഴ്സിക്കയിലാണ്.
നെപ്പോളിയൻ ജനിച്ചത് 1769 കോഴ്സിക്ക എവിടെയാണ്? ഇറ്റലിയിലാണ്. അപ്പോൾ അതൊരു യൂറോപ്യൻ രാജ്യമാണ്. അപ്പോൾ ഇറ്റലിയിൽ നമ്മൾ നെപ്പോളിയൻ ജനിച്ചു കഴിഞ്ഞു. അതിപ്പോൾ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് നെപ്പോളിയൻ്റെ പ്രായം എത്രയാണ്? 20 വയസ്സാണ്. അപ്പോൾ അങ്ങനെ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് നെപ്പോളിയൻ എത്ര പ്രായം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ശിശു ആയതുകൊണ്ട് എത്ര പ്രായം എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഡൗട്ട് വരാതിരിക്കാനാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് നെപ്പോളിയൻ്റെ പ്രായം 20 വയസ്സാണ്. അതുപോലെ ഫ്രഞ്ച് വിപ്ലവം മറക്കാതെ ഓർമ്മിക്കുകയും വേണം, എങ്കിലേ പ്രായം കിട്ടുള്ളൂ. അപ്പോൾ നെപ്പോളിയന് ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഓർമ്മിക്കണം 20 വയസ്സ്. നെപ്പോളിയൻ ജനിച്ചത് 1769 കോഴ്സിക്ക ദ്വീപ് ഇറ്റലിയിലാണ്. ഇനി ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെട്ടത് ആരാണ്? പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ചോദിക്കുക, ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെട്ടതാണ് നെപ്പോളിയനാണ്. ഇനി ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തനാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാനാണ്. അപ്പോൾ ഏതൊക്കെ വഴിക്കാണ് നമ്മൾ പോകുന്നത് നോക്കിക്കണം. അപ്പോൾ നെപ്പോളിയൻ ജനിച്ചത് 1769 കോഴ്സിക്ക ദ്വീപ് ഇറ്റലി. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നെപ്പോളിയൻ്റെ പ്രായം 20 വയസ്സ്. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെട്ടതാണ് നെപ്പോളിയൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടതാണ് സമുദ്രഗുപ്തൻ. ഇനി കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടതാണ് പൊയ്കയിൽ യോഹന്നാനാണ്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടതാണ് പൊയ്കയിൽ യോഹന്നാനാണ്. നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫ്രഞ്ച് ചക്രവർത്തിയായത് 1804. നെപ്പോളിയൻ റഷ്യയെ ആക്രമിച്ചത് 1812. നെപ്പോളിയനെ ആദ്യമായി നാട് കടത്തിയത് 1814 എൽബ ദ്വീപിലേക്കാണ്. നെപ്പോളിയൻ ആദ്യമായി നാട് കടത്തിയത് 1814 എൽബ ദ്വീപിലേക്കും. നെപ്പോളിയൻ്റെ രണ്ടാമതും അവസാനമായി നാട് കടത്തിയത് 1821 സെൻറ്റ് ഹെലീന ദ്വീപിലേക്കാണ്. അപ്പോൾ നെപ്പോളിയൻ ജനിച്ചത് 1769 കോഴ്സിക്ക ഇറ്റലി. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നെപ്പോളിയൻ്റെ പ്രായം 20 വയസ്സ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടതാരാണ്? സമുദ്രഗുപ്തൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടതാരാണ്? പൊയ്കയിൽ യോഹന്നാൻ. നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായത് 1804. റഷ്യയെ ആക്രമിച്ചത് 1812. നെപ്പോളിയൻ ആദ്യമായിട്ട് നാട് കടത്തിയത് 1814 എൽബ ദ്വീപിലേക്കും. അവസാനമായി നാട് കടത്തിയത് 1821 സെൻറ്റ് ഹെലീന ദ്വീപിലേക്കാണ്. സെൻറ്റ് ഹെലീന ദ്വീപ്. ഇനി നെപ്പോളിയനെ നാട് കടത്തിയിട്ട് ഇതുപോലെ നാട് കടത്തിയിട്ട് 3-4 പ്രശസ്തരായിട്ട് വ്യക്തിയിട്ടുണ്ട്. നമ്മളുടെ 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് മദ്രാസിലെ തിരുനെൽവേലിയിലേക്കാണ്. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് 1910 സെപ്റ്റംബർ 26 മദ്രാസിലെ തിരുനെൽവേലിയിലേക്ക്. ഇനി നമ്മളുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 1858 ബഹദൂർ ഷാ സെക്കൻഡിനെ നാട് കടത്തിയത് ബർമയിലെ റങ്കുണിലേക്കാണ്. 1911-12 കാലഘട്ടങ്ങളിൽ ബാലഗംഗാധര തിലകനെ നാട് കടത്തിയത് ബർമയിലെ മണ്ടേല ജയിലിലേക്കാണ്. ബാലഗംഗാധര തിലകൻ്റെ വർഷം പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അതിന് സ്ഥലമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മണ്ടേല ജയിൽ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ നമ്മൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് ആഫ്രിക്ക നെൽസൺ മണ്ടേലയുടെ അങ്ങോട്ടൊക്കെ ചിന്തിക്കും. അപ്പോൾ ബർമയിലെ മണ്ടേല ജയിലിലേക്കാണ്. മണ്ടേലയെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യം കൂടി പറയാം. ഏഷ്യൻ മണ്ടേല എന്നറിയപ്പെട്ടത് ആങ് സാൻ സൂചിയാണ്. ആങ് സാൻ സൂചി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി അതാണ് NLD, നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. വിത്തൗട്ട് ഫിയർ ഓഫ് ഫേവർ വിത്തൗട്ട് ഫിയർ ഓഫ് ഫേവർ അറിയാൻ നീലം സഞ്ജീവ് റെഡ്ഡി. ഫ്രീഡം ഫ്രം ഫിയർ ആരുടെ ആത്മകഥയാണ്? ആങ് സാൻ സൂചിയാണ് ഫ്രീഡം ഫ്രം ഫിയർ. അപ്പോൾ ഒരിക്കൽ കൂടി, അപ്പോൾ നെപ്പോളിയൻ ജനിച്ചത് 1769 കോഴ്സിക്ക ഇറ്റലി. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നെപ്പോളിയൻ്റെ പ്രായം 20 വയസ്സ്. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെട്ടതാണ് നെപ്പോളിയൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടതാരാണ്? സമുദ്രഗുപ്തൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാൻ. ഫ്രഞ്ച് ചക്രവർത്തിയായത് 1804. റഷ്യയെ ആക്രമിച്ചത് 1812. ആദ്യമായിട്ട് നെപ്പോളിയനെ നാട് കടത്തിയത് 1814 എൽബ ദ്വീപിലേക്കും. രണ്ടാമത് നാട് കടത്തിയത് 1821 സെൻറ്റ് ഹെലീന ദ്വീപ്. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് 1910 സെപ്റ്റംബർ 26 മദ്രാസിലെ തിരുനെൽവേലിയിലേക്ക്. ഇനി നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ശ്രീമൂലം തിരുനാളും. അപ്പോഴത്തെ ദിവാൻ്റെ പേരാണ് നോക്കേണ്ട ഡൗട്ട് പറഞ്ഞത്. P. രാജഗോപാലാചാര്യാണ്. C. രാജഗോപാലാചാര്യ അല്ല, അത് അവസാനത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്നു C. രാജഗോപാലാചാരി. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1858 ബഹദൂർ ഷാ സെക്കൻഡിനെ എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത്? ബർമയിലെ റങ്കുണിലേക്ക്. 1911-12 കാലഘട്ടങ്ങളിൽ
ബാലഗംഗാധര തിലകനെ എങ്ങോട്ടേക്കാണ് നാടുകടത്തിയത്? ബർമയിലെ മണ്ടേല ജയിലിലേക്ക്. ഏഷ്യൻ മണ്ടേല എന്നറിയപ്പെട്ടതാരാണ്? ആങ് സാൻ സൂചി. ആങ് സാൻ സൂചി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? NLD ആണ്, നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. ആരുടെ പാർട്ടിയാണ്? നമ്മളുടെ ആങ് സാൻ സൂചിയുടെ പാർട്ടിയാണ്. ഇനി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചാരാണ്? പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചാരാണ്? അത് നെപ്പോളിയൻ ആണ്. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചാരാണ്? നെപ്പോളിയൻ ആണ്. ഇനി നെപ്പോളിയനെ തകർക്കാനായി നടത്തിയ സാമ്പത്തിക ഉപരോധത്തിൻ്റെ പേരാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. കോണ്ടിനെൻ്റൽ വ്യവസ്ഥയാണ്. കോണ്ടിനെൻ്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ കോണ്ടിനെൻ്റൽ വ്യവസ്ഥയാണിത്. അപ്പോൾ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചാറാണ് നെപ്പോളിയൻ. ഇനി നമ്മളുടെ നെപ്പോളിയനെ തകർക്കാനായി നടത്തിയ സാമ്പത്തിക ഉപരോധത്തിൻ്റെ പേരാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. അപ്പോൾ ഏഷ്യൻ മണ്ടേല എന്നറിയപ്പെട്ടത് ആങ് സാൻ സൂചി. ഇനി നമ്മളുടെ ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെട്ടതാണ് നെപ്പോളിയൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടതാണ് സമുദ്രഗുപ്തൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് ബൊയ്ഗേലി യോഹന്നാൻ. ഫ്രഞ്ച് ഭരണാധികാരിയായത് 1804. റഷ്യയെ ആക്രമിച്ചത് 1812. ആദ്യമായിട്ട് നാടുകടത്തിയത് 1814 എൽബ ദ്വീപിലേക്ക്. അവസാനമായിട്ട് 1821 സെൻറ്റ് ഹെലീന ദ്വീപ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് 1910 സെപ്റ്റംബർ 26 മദ്രാസിലെ തിരുനെൽവേലിയിലേക്ക്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് 1858 ബഹദൂർ ഷാ സെക്കൻഡിനെ നാടുകടത്തിയത് ബർമയിലെ റങ്കൂണിലേക്ക്. ബാലഗംഗാധര തിലകനെ നാടുകടത്തിയത് ബർമയിലെ മണ്ടേല ജയിലിലേക്ക്. ഏഷ്യൻ മണ്ടേല എന്നറിയപ്പെട്ടതാണ് ആങ് സാൻ സൂചി. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചാറാണ് നെപ്പോളിയൻ. ഇനി നമ്മൾ നെപ്പോളിയനെ തകർക്കാനായി നടത്തിയ സാമ്പത്തിക ഉപരോധത്തിൻ്റെ പേരെന്താണ്? ആ കോണ്ടിനെൻ്റൽ വ്യവസ്ഥയാണ്. ഇനി അപ്പോൾ നെപ്പോളിയൻ്റെ കുതിരയുടെ പേര് മാരങ്ങോ എന്ന് പറയും, ഓർമ്മിക്കണം, മാരങ്ങോ. ടിപ്പു സുൽത്താൻ്റെ കുതിര നമ്മൾ ചായയോട് കുടിക്കുന്നതാണ്, ആ ദിൽഖുഷ് എന്ന് പറയും. ഇനി ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി എന്ന് പറയും, പഞ്ചകല്യാണി. ഇനി ആർതർ വെല്ലസിൻ്റെ കുതിര, ഓർമ്മിക്കണം, ആർതർ വെല്ലസിൻ്റെ കുതിരയുടെ പേര് കോപ്പൻ ഹേഗൻ എന്ന് പറയും, ഓർമ്മിക്കണം, ആർതർ വെല്ലസിൻ്റെ കുതിരയുടെ പേര് കോപ്പൻ ഹേഗൻ. അപ്പോൾ പേര് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. നെപ്പോളിയൻ്റെ കുതിരയുടെ പേര് മാരങ്ങോ. ടിപ്പു സുൽത്താൻ്റെ കുതിരയുടെ പേര് ദിൽഖുഷ്. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി. ആർതർ വെല്ലസിയുടെ കുതിരയുടെ പേര് കോപ്പൻ ഹേഗൻ. ഇനി നമ്മളുടെ റാണ പ്രതാപിൻ്റെ കുതിരയുടെ പേര് ചേതക്കാണ്. അപ്പോൾ നെപ്പോളിയൻ്റെ കുതിരയുടെ പേര് മാരങ്ങോ. ടിപ്പു സുൽത്താൻ്റെ കുതിരയുടെ പേര് ദിൽഖുഷ്. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി. ആർതർ വെല്ലസിയുടെ കുതിരയുടെ പേര് കോപ്പൻ ഹേഗൻ. റാണ പ്രതാപിൻ്റെ കുതിരയുടെ പേര് ഓർമ്മിക്കണം, റാണ പ്രതാപിൻ്റെ കുതിരയുടെ പേര് ചേതക് എന്ന് പറയും. ഇനി നമ്മളുടെ കുതിരയ്ക്ക് എത്ര ടീത്തുണ്ട്? ഞാൻ മിക്കവാറും ക്ലാസ്സുകളൊക്കെ ഡയറക്റ്റ് പറയാറുണ്ട്. 44 പല്ലുള്ള ഒരു മൃഗത്തിൻ്റെ പേരാണ് കുതിരയാണ്. അപ്പോൾ നെപ്പോളിയൻ്റെ കുതിരയുടെ പേര് മാരങ്ങോ. ടിപ്പു സുൽത്താൻ്റെ കുതിരയുടെ പേര് ദിൽഖുഷ്. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി. ആർതർ വെല്ലസിയുടെ കുതിരയുടെ പേര് കോപ്പൻ ഹേഗൻ. റാണ പ്രതാപിൻ്റെ കുതിരയുടെ പേര് ചേതക്കാണ്. അപ്പോൾ 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് മദ്രാസിലെ തിരുനെൽവേലിയിലേക്ക്. ബഹദൂർ ഷാ സെക്കൻഡിനെ നാടുകടത്തിയത് ബർമയിലെ റങ്കുണിലേക്ക്. ബാലഗംഗാധര തിലകനെ നാടുകടത്തിയത് ബർമയിലെ മണ്ടേല ജയിലിലേക്ക്. അപ്പോൾ നമ്മൾ പറയും ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചാറാണ് നെപ്പോളിയൻ. നെപ്പോളിയനെ തകർക്കാനായി നടത്തിയ സാമ്പത്തിക ഉപരോധത്തിൻ്റെ പേര് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. അടുത്ത നെപ്പോളിയൻ്റെ കുതിരയുടെ പേര് മാരങ്ങോ. ടിപ്പു സുൽത്താൻ്റെ കുതിരയുടെ പേര് ദിൽഖുഷ്. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി. ആർതർ വെല്ലസിയുടെ കുതിരയുടെ പേര് കോപ്പൻ ഹേഗൻ. റാണ പ്രതാപ് ആരുടെ കുതിരയാണ്? ചേതക്കാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഫ്രാൻസ് അമേരിക്കയ്ക്ക് ഗിഫ്റ്റായി സമ്മാനിച്ചത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി ഫ്രാൻസ് അമേരിക്കയ്ക്ക് ഗിഫ്റ്റായി സമ്മാനിച്ചത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി പണിയെപ്പിച്ചത് ഓർമ്മിക്കണം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തിലാണ് പണിയെപ്പിച്ചത്. 1889 സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലെ ലിബർട്ടി ഐലൻഡ്, ഓർമ്മിക്കണം, ന്യൂയോർക്കിലെ ലിബർട്ടി ഐലൻഡ്. ഏത് നദിക്കരയിലാണ്? അത് ഹഡ്സൺ നദിക്കരയിലാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി ഫ്രാൻസ് അമേരിക്കയ്ക്ക് ഗിഫ്റ്റായി സമ്മാനിച്ചത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലെ ലിബർട്ടി ഐലൻഡ്. ഇത് കൊടുത്തത് രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഇനി നമ്മളുടെ ഫ്രാൻസ് ഇത് കൊടുത്തത് 1889 സ്ഥിതി ചെയ്യുന്ന ഉടനെ ന്യൂയോർക്കിലെ ലിബർട്ടി ഐലൻഡ്. ഏത് നദിക്കരയിലാണ്? ഹഡ്സൺ നദിക്കരയിലാണ്. ഇനി 1789 ഫ്രാൻസിലെ അല്ലെങ്കിൽ പാരീസിലെ തൊഴിലാളികൾ സായുധ സമരം നടത്തി.
പാരീസിൻ്റെ ഭരണം പിടിച്ചതിന് അറിയപ്പെടുന്ന പേരാണ് പാരീസ് കമ്മ്യൂൺ എന്നറിയപ്പെടും. പരീക്ഷയ്ക്ക് വർഷം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാരീസ് കമ്മ്യൂൺ നടന്ന വർഷം 1781. അപ്പോൾ ഫ്രാൻസിലെ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കണം, പാരീസിൽ സായുധ സമരം നടത്തി പാരീസിൻ്റെ ഭരണം പിടിച്ചെടുത്തിന് അറിയപ്പെടുന്ന പേരാണ് ആ പാരീസ് കമ്മ്യൂൺ. പാരീസ് കമ്മ്യൂൺ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ എങ്കിലും ഓർമ്മിക്കണം 1781 പാരീസ് കമ്മ്യൂൺ. പാരീസ് കമ്മ്യൂൺ വർഷം 1781. ഇനി അപ്പോൾ ഇത്രയും ഒരിക്കൽ കൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്സ് ഉള്ളത്. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിലെ ഭരണാധികാരിയായ ലൂയി 16. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടേർ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന സോഷ്യൽ കോൺട്രാക്ട് എഴുതിയ റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യ പിന്തുണ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവം നടന്ന രാജ്യം ഒരിക്കലും മറക്കരുത് ഫ്രാൻസ്. ടെന്നീസ് കോർട്ട് അസംബ്ലി, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ. നെപ്പോളിയൻ ജനിച്ചത് 1769 കോഴ്സിക്ക ദ്വീപ്, ഇറ്റലി. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നതാണ് നമ്മളുടെ നെപ്പോളിയൻ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പരസ്യ പിന്തുണ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ആണ് പറഞ്ഞിട്ട് നമ്മൾ ഓർമ്മിച്ചോണം. ടിപ്പു സുൽത്താൻ 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലായിരുന്നു? ടിപ്പു സുൽത്താൻ ആൻഡ് കോൺവാലിസ് പ്രഭു. മലബാറും ഡിണ്ടിഗലും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണ ഉടമ്പടി. ഇനി നമ്മളുടെ ടിപ്പു സുൽത്താൻ അല്ല, നെപ്പോളിയൻ ആദ്യമായിട്ട് നാട് കടത്തിയത് 1814 എൽബ ദ്വീപിലേക്കും, രണ്ടാമത് 1821 സെന്റ് ഹെലീന ദ്വീപിലേക്ക്. അടുത്ത നെപ്പോളിയൻ്റെ കുതിരയുടെ പേര് മാരങ്ങോ. ടിപ്പു സുൽത്താൻ്റെ കുതിരയുടെ പേര് ദിൽകുഷ്. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി. ആർതർ വെല്ലസ്ലിയുടെ കുതിരയുടെ പേര് കോപ്പൻ ഹേഗൻ. റാണ പ്രതാപിൻ്റെ കുതിരയുടെ പേര് ചേതക്ക്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഫ്രാൻസ് അമേരിക്കയ്ക്ക് ഗിഫ്റ്റായി സമ്മാനിച്ചത് എന്താണ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ഇനി എസ്റ്റേറ്റ് ജനറൽ ഓർമ്മിക്കുന്നത്. എസ്റ്റേറ്റ് ജനറൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഓർമ്മിക്കുന്നത് എസ്റ്റേറ്റ് ജനറൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്? അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് എസ്റ്റേറ്റ് ജനറൽ. ഇനി അടുത്ത് നമ്മൾ ഇതിനകത്ത് ഓർമ്മിക്കേണ്ടത് ഫ്രഞ്ച് വിപ്ലവകാലത്ത് അന്തരിച്ച ഓർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഫ്രാൻസിലെ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവകാലത്ത് അന്തരിച്ച സയൻറ്റിസ്റ്റ് ആരാണ്? അത് നമ്മളുടെ ലാവോസിയെ ആണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് അന്തരിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് ലാവോസിയ. ഇനി ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ രസാന്തരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിലും. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ്, ആധുനിക അല്ലെങ്കിൽ മോഡേൺ കെമിസ്ട്രി അല്ലെങ്കിൽ ആധുനിക രസാന്തരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയയാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് അന്തരിച്ച സയൻറ്റിസ്റ്റ് ആരാണ്? ലാവോസിയ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് അന്തരിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് ലാവോസിയ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്ന റോബർട്ട് ബോയിലും. ആധുനിക രസാന്തരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ലാവോസിയയുമാണ്. റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടി ആരുടെ വാക്കയാണ്? റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടി ആരുടെ വാക്കാണ്? മേരി അൻറ്റോയിനെറ്റാണ്. ഓർമ്മിക്കണം, മേരി അൻറ്റോയിനെറ്റിൻ്റെ വാക്കാണ്. റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടി ആരുടെ വാക്കാണ്? മേരി അൻറ്റോയിനെറ്റാണ്. അപ്പോൾ മേരി അൻറ്റോയിനെറ്റ് ഓർമ്മിക്കാൻ പരീക്ഷ ചോദിക്കാം. ലൂയി 16 ഭാര്യയുടെ പേരാണ് മേരി അൻറ്റോയിനെറ്റ്. അപ്പോൾ റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടി ആരുടെ വാക്കാണ്? മേരി അൻറ്റോയിനെറ്റാണ്. റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടി ആരുടെ വാക്കാണ്? മേരി അൻറ്റോയിനെറ്റാണ്. ഇനി ഫ്രാൻസ് തുമ്മിയാൽ ഇറ്റലിക്ക് ജലദോഷം. ഫ്രാൻസ് തുമ്മിയാൽ ഇറ്റലിക്ക് ജലദോഷം. മെറ്റർനിസ് ആണ്. ഓർമ്മിക്കണം, മെറ്റർനിക്കിൻ്റെ വാക്കാണ് ഫ്രാൻസ് തുമ്മിയാൽ ഇറ്റലിക്ക് ജലദോഷം. അപ്പം റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടെ ആരുടെ വാക്കുകളാണ്? മേരി അൻറ്റോയിനെറ്റ്, ലൂയി 16 ഭാര്യ. ഫ്രാൻസ് തുമ്മിയാൽ ഇറ്റലിക്ക് ജലദോഷം ആരുടെ വാക്കുകളാണ്? മേരി അൻറ്റോയിനെറ്റാണ്. ഫ്രാൻസ് തുമ്മിയാൽ ഇറ്റലിക്ക് ജലദോഷം ആരുടെ വാക്കാണ്? മേരി അൻറ്റോയിനെറ്റാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരുവിധം ഐഡിയ കിട്ടിയെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഞാൻ ബാക്കി അടുത്തൊരു ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.